അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് കുറുങ്ങോഴ കൊഞ്ഞോൺ വീട്ടിൽ രഞ്ജിത ആർ നായർ പണി തീരാത്ത വീട്ടിലേക്ക് മടങ്ങിയെത്തുക ചേതനയേറ്റ്. 39 വയസ്സാണ്. വിമാന ദുരന്തത്തിൽ തന്റെ പ്രിയ കൂട്ടുകാരി മരിച്ചെന്ന് വിശ്വസിക്കാൻ കഴിയാതെ സുഹൃത്ത്. ഇതോടെ സങ്കടക്കടലായി മാറിയിരിക്കുകയാണ് പുല്ലാടിലെ ആ വീട്. ജീവിതത്തിലെ പല സ്വപ്നങ്ങളും ബാക്കിയാക്കിയിട്ടാണ് അവൾ വിടവാങ്ങുന്നത്. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം സംസാരിക്കുന്ന ശൈലിയാണ് രഞ്ജിതയുടേത്. ഏത് പ്രതിസന്ധിയെയും ചിരിച്ചുകൊണ്ട് നേരിട്ട വ്യക്തിയായിരുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളിയായ രഞ്ജിത ഗോപകുമാരൻ നായർ. വളരെ ദീർഘകാലം ഒമാനിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിതയെ ഒരിക്കൽ പരിചയപ്പെട്ടവർ പിന്നീട് മറക്കില്ലെന്നും അത്ര സൗമ്യമായ പെരുമാറ്റമായിരുന്നു അവരുടേതെന്നും സുഹൃത്തായ പ്രസീത തുറന്നു പറയുന്നു. കഴിഞ്ഞ 9 വർഷം ഒമാനിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിത സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായിരുന്നു. ശേഷം 1 വർഷം മുമ്പാണ് UK ജോലിക്കായി പോയത്. രഞ്ജിതയും പ്രസീതയും അടുത്തടുത്ത ഫ്ളാറ്റുകളിലാണ് താമസിച്ചിരുന്നത്. രഞ്ജിതയുടെ അമ്മയും 2 മക്കളും കൂടെയുണ്ടായിരുന്നു. മക്കൾ അവിടെ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു. UK പോകാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതോടെയാണ് രഞ്ജിത മക്കളെയും അമ്മയെയും നാട്ടിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് മക്കളെ നാട്ടിലെ ഒരു സ്കൂളിൽ ചേർക്കുകയായിരുന്നു. വളരെ കാലത്തെ സൗഹൃദം തനിക്ക് രഞ്ജിതയോട് ഉണ്ടായിരുന്നെന്നും രഞ്ജിതയുടെ കുടുംബവുമായും അടുപ്പമുണ്ടായിരുന്നുവെന്നും സുഹൃത്ത് തുറന്നു പറയുന്നു. ഇപ്പോഴും തന്റെ പ്രിയ കൂട്ടുകാരി മരണപ്പെട്ടെന്ന സത്യം വിശ്വസിക്കാനാവാതെ ഞെട്ടലിലാണ് പ്രസീതയും. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം കാണപ്പെട്ടിരുന്ന രഞ്ജിത സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലെ ജീവനക്കാർക്കും പ്രിയങ്കരിയായിരുന്നു. എന്ത് സഹായവും ചോദിച്ചാൽ മടികൂടാതെ ചെയ്തു തരുന്ന വ്യക്തിയായിരുന്നു രഞ്ജിതയെന്നും സുഹൃത്ത് പറയുന്നു. അതുപോലെ പഠനത്തിലും കലാരംഗത്തും മികവ് പുലർത്തിയിരുന്നു രഞ്ജിത. അതേസമയം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച രഞ്ജിത മക്കളുടെ നല്ല ഭാവിയെ കരുതിയാണ് UK മികച്ച ജോലി തേടിപ്പോയത്. പക്ഷേ പിന്നീട് UK തുടരാൻ കഴിയാതെ വന്നതോടെ നാട്ടിൽ സ്ഥിരതാമസമാക്കാനും തീരുമാനിച്ചിരുന്നു. അമ്മയ്ക്കും മക്കൾക്കുമായി ഒരു വീട് സ്വന്തമായി വേണമെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് രഞ്ജിത വിട പറയുന്നത്. നാട്ടിൽ രഞ്ജിതയുടെ വീട് നിർമ്മാണം പകുതിയിലേറെ പൂർത്തിയായിരുന്നു. UK മടങ്ങുന്നതിന് മുമ്പ് സലാലയിലെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമായി ചെറിയ വിരുന്ന് സംഘടിപ്പിച്ച രഞ്ജിത അന്ന് സദ്യ ഉണ്ടാക്കി തന്നതായും പ്രസീത ഓർത്തെടുക്കുന്നു. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രാ പട്ടികയിൽ മലയാളിയായ രഞ്ജിത ഗോപകുമാറിന്റെ പേരുള്ളതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പിന്നീടാണ് ഇവർ അപകടത്തിൽ മരിച്ചുവെന്ന വിവരം വീട്ടുകാർക്ക് ഔദ്യോഗികമായി ലഭിച്ചത്. ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ രഞ്ജിത. അഹമ്മദാബാദിലെ ജനവാസ മേഖലയിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-171 വിമാനമാണ് ഇന്നലെ ഉച്ചയോടെ ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തകർന്നു വീണത്.